ഹായ് എവ്രി വൺ. വിക്ടോറിയൻ ഏജിലെ ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ചാപ്റ്റേഴ്സ് ആയിട്ട് കൊടുക്കാം ടൈം സ്റ്റാമ്പ്സ് വെച്ചിട്ട്. അപ്പോൾ വേണ്ട ടോപ്പിക്സ് ചൂസ് ചെയ്യാം. വീഡിയോയിൽ എന്തായാലും ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യാം. പേജ് 364ലാണ് വിക്ടോറിയൻ ഏജ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. വിക്ടോറിയൻ ഏജിൻ്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ, അത് നോക്കാം. Victorian society was characterized by progress, expansion and mobility. ഈ വിക്ടോറിയൻ ഇറാൻ്റെ ഒരു കീ നോട്ട്സ് എന്ന് പറയുന്നത് പ്രോഗ്രസ്, എക്സ്പാൻഷൻ ആൻഡ് മൊബിലിറ്റി. പ്രോഗ്രസ് അറിയാമല്ലോ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള പ്രോഗ്രസ്, അങ്ങനത്തെ കുറേ പ്രോഗ്രസ് ആ ഒരു സമയത്ത്. പിന്നെ എക്സ്പാൻഷൻ, വേറെ കൺട്രിയിലോട്ടൊക്കെ അവർ ട്രേഡ് കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യുക, അതേപോലത്തത്. പിന്നെ അതേപോലെ മൊബിലിറ്റി, മൂവ്മെൻറ്റ്. റെയിൽവേ എക്സ്പാൻഷൻ സിംബലൈസ്ഡ് ദ ഇറാസ് ഈത്തോസ്. അപ്പോൾ റെയിൽവേ ലൈൻസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ ആ സമയത്ത്. അപ്പോൾ അത് കാണിക്കുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രോഗ്രസ്സിനെയാണ്. ഗവൺമെൻറ് ആക്ടിവിറ്റീസ് എക്സ്പാൻഡഡ്. ആസ് സൊസൈറ്റി ഗ്രൂ ആൻഡ് ചേഞ്ച്ഡ്, ദ ഗവൺമെൻറ് ഹാഡ് ടു ഡു മോർ തിങ്സ് ടു കീപ്പ് അപ്പ് വിത്ത് ദിസ് ചേഞ്ചസ്. അപ്പോൾ സൊസൈറ്റി ഒത്തിരി മാറിയ സമയത്ത് ഗവൺമെൻറ് പുതിയ പുതിയ പ്രോഗ്രാംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ടു ടീച്ച് പീപ്പിൾ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ഭരിക്കുന്ന രീതിയിലൊക്കെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. ന്യൂ ഇൻവെൻഷൻസ് ആൻഡ് ടെക്നോളജീസ് മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ പീപ്പിൾ ടു ട്രാവൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ദിസ് ഹെൽപ്ഡ് സൊസൈറ്റി ടു ഗ്രോ ആൻഡ് ഡെവലപ്പ് ഈവൻ ഫാസ്റ്റർ. അപ്പോൾ പുതിയ ഇൻവെൻഷൻസും ടെക്നോളജീസൊക്കെ കമ്മ്യൂണിക്കേഷനും ട്രാവലൊക്കെ കൂടുതൽ ഈസിയാക്കി. Then exploration and commerce with the wider world. Britain explored new places around the world and traded with other countries more than ever before. This made Britain more connected to the rest of the world and helped its economy to grow. ബ്രിട്ടൻ പുതിയ പുതിയ പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു, അവരുമായിട്ട് കച്ചവടമൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ബ്രിട്ടൻ്റെ ആ ഒരു എക്കണോമിക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തു. ആങ്സൈറ്റി ആൻഡ് റെസ്പോൺസ് ടു പ്രോഗ്രസ്. അപ്പോൾ നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പ്രോഗ്രസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറേ പേര് ആങ്ഷ്യസ് ആയിരുന്നു. ഡിസീസസ് സ്പ്രെഡ് ആവുമോ, അതേപോലെ തന്നെ ഇങ്ങനെ സൊസൈറ്റിയിൽ ഇങ്ങനെ റാപ്പിഡായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെ ഫിറ്റ് ആവും, ഈ കാര്യത്തെ പറ്റി ആലോചിച്ചിട്ട് ആങ്ഷ്യസ് ആയിരുന്നു. ആങ്സൈറ്റി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വിക്ടോറിയൻ സൊസൈറ്റീനെ പറ്റി പറയുമ്പോൾ അവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ബുക്സിലും അതേപോലെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ പറയുന്ന എല്ലാ ടോപ്പിക്സും അവർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അവർക്ക് ചേഞ്ചിൻ്റെ അടുത്തും അതേപോലെ അവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ, ലിറ്റററി ഓവർവ്യൂ, ടെക്സ്റ്റ് ആൻഡ് ഇഷ്യൂസ്, റീഡിങ്സ്, ഇങ്ങനെ 4 സെഗ്മെൻറ്റ്സ് ആണെന്നുള്ളത്. ഇതിൽ ഓരോന്നിലും കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂവിൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ദ വിക്ടോറിയൻ ഏജ്. ഞാൻ ഓരോ ടോപ്പിക്കെന്നും ഇപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാമെന്നെങ്കിൽ എന്തായാലും ഇൻക്ലൂഡ് ആക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് പറയാം. അപ്പോൾ അതിങ്ങനെ പഠിച്ച് പോയാൽ മതി. എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ 1832 നമ്മൾ ബിഗിനിങ് ഓഫ് ദ വിക്ടോറിയൻ എറ എന്ന് പറയും. 1837 ശരിക്കും ക്യൂൻ വിക്ടോറിയ ഭരണത്തിലോട്ട് വരുന്നത്. പക്ഷേ 1832 നമ്മൾ ബിഗിനിങ് ഓഫ് ദ വിക്ടോറിയൻ എറ എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ഒരുപാട് റിഫോം ആക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പരിഷ്കാരങ്ങളൊക്കെ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് റിഫോം ആക്ട്. റിഫോം ആക്റ്റിൽ മെയിനായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചേഞ്ചസ്. ഒന്നാമത് പാർലമെൻറ്റിൽ ഈ കുറേ ഇൻഡസ്ട്രിയൽ സിറ്റീസ്, മാഞ്ചസ്റ്റർ പോലുള്ള ഇൻഡസ്ട്രിയൽ സിറ്റീസിന് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച്, ആ സിറ്റീസിനൊക്കെ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ. പിന്നെ അതേപോലെ തന്നെ വോട്ടിംഗ് റൈറ്റ് ഫോർ മെൻ. സ്ത്രീകൾക്ക് പിന്നെയും വളരെ വൈകിട്ടാണ് വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ടൈമിൽ വോട്ടിംഗ് റൈറ്റ് ഫോർ മെൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിഫോം ആക്ട് നടക്കുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് പാസഞ്ചർ റെയിൽവേസ്. 1830 റെയിൽവേസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിലും ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നു. പിന്നെ റോൾ ഓഫ് മാസ് സർക്കുലേഷൻ പബ്ലിക്കേഷൻസ് ആൻഡ് മെയിൽ സർവീസസ്. ഇപ്പോൾ പെന്നി മാഗസീനും പെന്നി പോസ്റ്റ്, ഇങ്ങനത്തെ കുറച്ച് മാഗസീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ ആളുകൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. പിന്നെ അതേപോലെ ഓരോ സ്ഥലത്തും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് അതിലൂടെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതുവഴി അവർക്ക് ആ ഒരു കണക്റ്റഡ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ചാലഞ്ചസ്. ഇപ്പോൾ ഒത്തിരി പ്രോഗ്രസ് ഉണ്ടായി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായി. ഒരുപാട് യുദ്ധത്തിൽ ബ്രിട്ടൻ വിജയിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഡിസീസസ് ആയിരുന്നു.
പകർച്ചവ്യാധികളുണ്ടായിരുന്നു. ഇപ്പോൾ സ്മോൾ പോക്സ്, കോളറ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പബ്ലിക് ഹെൽത്തിനെ നല്ലോണം ബാധിച്ചു. പിന്നെ ക്യൂൻ വിക്ടോറിയനെ പറ്റി പറയുമ്പോൾ 1837 ഭരണത്തിലോട്ട് വരുന്നത്. 64 ഇയേഴ്സ് ഭരിച്ചു. നല്ല പബ്ലിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ വർക്കിംഗ് ക്ലാസ് പീപ്പിളിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആള് പ്രിൻസ് ആൽബർട്ടിനെയാണ് കല്യാണം കഴിക്കുന്നത്. പ്രിൻസ് ആൽബർട്ടിൻ്റെ ഡെത്തിന് ശേഷം നല്ലോണം ഡൗൺ ആവുന്നുണ്ട് മെൻ്റലി. പിന്നെ അത് കഴിഞ്ഞ് ബെഞ്ചമിൻ ഡിസ്രേലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വീണ്ടും ഭരണത്തിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ടൈമിലും പബ്ലിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി വിക്ടോറിയൻ്റെ വ്യൂസ് ആൻഡ് ലെഗസി. റിഫോം ആക്ട്സിനെ പറ്റി പറയുമ്പോൾ ചില പരിഷ്കാരങ്ങൾ, ചില ചേഞ്ചസിനെ സപ്പോർട്ട് ചെയ്യും, ചിലതിനെ ഒപ്പോസ് ചെയ്യും. പക്ഷെ പബ്ലിക്കിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ആ ഒരു പബ്ലിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്ക് ഗവൺമെൻറ്, ദ റിഫോം ആക്ട്സ് ആൻഡ് ദ ബിഗിനിങ്സ് ഓഫ് മാസ് ഡെമോക്രസി. ഇതിൽ റിഫോം ആക്ട്സും പിന്നെ അതേപോലെ ബെഞ്ചമിൻ ഡിസ്രേലിയൊക്കെ പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് പ്രീവിയസ് പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് 2-3 പ്രാവശ്യം. അപ്പോൾ ഞാൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ 4 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ 1 മാർക്കിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ടും ചോദിച്ചതുകൊണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഈ ഒരു ടോപ്പിക്കിൽ പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഇതിൽ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല കേട്ടോ, ബെഞ്ചമിൻ ഡിസ്രേലിയൊന്നും. ഫസ്റ്റ്, ഇൻഫ്ലുവൻസ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത് വിക്ടോറിയൻ പീരീഡിന് മുമ്പാണ്. പക്ഷെ എന്നാലും വിക്ടോറിയൻ പീരീഡിലും ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ആളുകൾക്ക് ഈ ഒരു റാഡിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെ അടുത്തേക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടോറി പാർട്ടിയാണ് ആ സമയത്ത് ഭരിച്ചുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരുടെ ഭരണത്തിൽ ആളുകൾ അൺഹാപ്പി ആയി. അപ്പോൾ ആളുകൾ ഒരു ചേഞ്ച് ആഗ്രഹിച്ചു. പിന്നെ ദി റോൾ ഓഫ് ദ വിഗ്സ് ഇൻ റിഫോം. The Whig Party, led by Earl Grey, brought together different groups who were unhappy with how things were. അപ്പോൾ ഞാൻ പറഞ്ഞ ആളുകൾ പിന്നീട് ടോറി പാർട്ടീൻ്റെ ഭരണത്തിൽ അൺഹാപ്പി ആയി. അപ്പോൾ ആ സമയത്ത് വിഗ് പാർട്ടീൻ്റെ ലീഡർ ഏൾ ഗ്രേ ഈ അൺഹാപ്പി ആയിട്ടുള്ള കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ, ഇവരെല്ലാവരെയും ഒന്നിച്ചു കൂട്ടി. They wanted to change the electoral system and make things fairer for more people, especially with all the changes happening because of the Industrial Revolution. അപ്പോൾ ഇവർക്ക് കുറേ ചേഞ്ചസ് വേണമായിരുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണം ഉണ്ടായ കുറേ കാര്യങ്ങളിലും പിന്നെ അതേപോലെ ഇലക്ട്രൽ സിസ്റ്റത്തിലൊക്കെ ഇവർക്ക് ചേഞ്ചസ് വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാൻ തുടങ്ങി. ദ ഇൻട്രഡക്ഷൻ ഓഫ് ദ റിഫോം ബിൽ. അങ്ങനെയാണ് റിഫോം ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റിഫോം ബിൽ വാസ് എ ബിഗ് സ്റ്റെപ്പ് ടുവേർഡ്സ് മേക്കിംഗ് തിങ്സ് ഫെയറർ. ഇറ്റ് ചേഞ്ച്ഡ് ഹൗ എലക്ഷൻസ് വർക്ക്. ഓക്കെ, ഇത് പറഞ്ഞത് തന്നെയാണ്. കൂടുതൽ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും പിന്നെ റെപ്രസെൻറ്റേഷനും കൊടുത്ത് 1831 അത് ഫസ്റ്റ് പ്രസൻ്റ് ആക്കുന്നത്. 1832 പാസ്സാകുന്നത്. പിന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസും പറഞ്ഞതാണ്. കൂടുതൽ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം കൊടുത്തു. അതേപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസ് ആണ് റിഫോം ആക്ട് പ്രകാരം കൂടുതൽ പവർഫുൾ ദാൻ ഹൗസ് ഓഫ് ലോർഡ്സ് ആൻഡ് ക്യൂണേക്കാളും ഹൗസ് ഓഫ് ലോർഡ്സിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത് ഹൗസ് ഓഫ് കോമൺസ്. ഇതിലൂടെ വന്നൊരു ചേഞ്ചാണ്. പിന്നെ അഡീഷണൽ റിഫോം ആക്ട്സ്. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഈ ഒരു റിഫോം ആക്ട് നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 അഡീഷണൽ ആയിട്ടുള്ള റിഫോം ആക്ട്സും വരുന്നുണ്ട്. Even after the first Reform Act, more changes were made to give even more people the right to vote. This continued to move Britain towards being more democratic country, even though womenക്ക് പിന്നെയും കുറേ ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2 റിഫോം ആക്ട്സും ഉണ്ടായിരുന്നു എന്ന് നോക്കാം. പിന്നെ ബെഞ്ചമിൻ ഡിസ്രേലിൻ്റെ റോള്. ആൾ ബ്രിട്ടീഷ് പൊളിറ്റിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. കൺസർവേറ്റീവ് പാർട്ടീൻ്റെ ലീഡറായിരുന്നു. പിന്നെ വർക്കിംഗ് പീപ്പിളിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബ്രിട്ടനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പേഴ്സണായിരുന്നു, ബ്രിട്ടൻ്റെ ആ ഒരു എംപയർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഞ്ചമിൻ ഡിസ്രേലിൻ്റെ മറ്റേ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും കൂടി നോക്കാം. നെക്സ്റ്റ്, ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സോഷ്യൽ റിഫോം. അപ്പോൾ വിക്ടോറിയൻ പീരീഡിൽ ഒത്തിരി ചേഞ്ചസ് ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ലോസ് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ആണ്, അതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ന്യൂ പുവർ ലോ, പിന്നെ ചാർട്ടിസം, അതേപോലെ എഡ്യൂക്കേഷൻ ആക്ട് 1870. അപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ഇതിൽ
ചാർട്ടിസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് ഒന്നോ രണ്ടോ സെൻറ്റൻസ് മാത്രമേ അറിയുന്നുണ്ടാവൂ, ടെക്സ്റ്റിലും അത്ര മാത്രമേ പറയുന്നുണ്ടാവൂ. അപ്പോൾ ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സോഷ്യൽ റിഫോമിൻ്റെ അണ്ടറിലാണല്ലോ ചാർട്ടിസം എന്നുള്ളൊരു ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ചാർട്ടിസത്തെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചാർട്ടിസം എന്താണെന്ന് 2-3 സെൻറ്റൻസിൽ പറയാം. പിന്നെ ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആക്കുക, എന്നാൽ മാത്രമേ അതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് അതിലാവുള്ളൂ. അങ്ങനെ നോക്കുക. ഇതിന് മാത്രമല്ല, എല്ലാ ടോപ്പിക്കിലും അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സോഷ്യൽ റിഫോം ഇതിൽ വരുമ്പോൾ ഫസ്റ്റ് റിഫോം ഇൻ ദ വിക്ടോറിയൻ എറ. ദ വിക്ടോറിയൻ പീരീഡ് സോ മെനി ചേഞ്ചസ് എയിംഡ് അറ്റ് മേക്കിംഗ് സൊസൈറ്റി ബെറ്റർ. സൊസൈറ്റീനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ചേഞ്ചസ് കൊണ്ടുണ്ടായിരുന്നു. ലോസ് അബൌട്ട് ട്രേഡ് യൂണിയൻസ്, ഫാമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ, ഓൾ മെൻ ടു ഇംപ്രൂവ് പീപ്പിൾസ് ലിവ്സ്. The New Poor Law. A big change was the New Poor Law in 1834, which made it harder for poor people to get help. It made them to go to workhouses. Okay, ഇത് പുവർ ലോ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ന്യൂ പുവർ ലോയിൽ മുമ്പ് ഇവർക്ക് കിട്ടിക്കൊണ്ടുണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാണ്ടാക്കുകയാണ്. ഇവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും ഗവൺമെൻറ്റിൻ്റെ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ സഹായങ്ങളൊക്കെ നിർത്തിവെക്കലാണ്. മുമ്പ് വീട്ടിലാണ് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് വർക്ക് ഹൗസസിലോട്ട് മാറി. അപ്പോൾ അവിടെ അത്ര നല്ല കണ്ടീഷൻസ് ആയിരുന്നില്ല ഈ ലോസ്. പിന്നെ ഫാക്ടറി റീഫോം ആൻഡ് അഗ്രികൾച്ചറൽ ഡിപ്രഷൻ. Laws were also passed to make working conditions better, especially for children. Problems like a farming crisis and a famine in Ireland led to more laws to help working class people. വർക്കിംഗ് കണ്ടീഷൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ലോസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ. പിന്നെ അതേപോലെ തന്നെ ഇതിന് അതായത് ഫാമിംഗ് ക്രൈസിസും അതേപോലെ ഫെമിൻ ഇൻ അയർലാൻഡ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായ സമയത്ത് കൂടുതലും വർക്കിംഗ് ക്ലാസ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ലോസ് പാസ്സായി. ഈ ഫെമിൻ ഇൻ അയർലാൻഡ് എന്ന് പറയുമ്പോൾ അത് അയർലൻഡിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അതായത് അവിടെ പൊട്ടാറ്റോസൊക്കെ നശിക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകളുടെ ഫുഡാണ് ഈ പൊട്ടാറ്റോ ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നശിക്കാൻ തുടങ്ങിയ സമയത്ത് കൂടുതൽ ആളുകൾക്ക് ഓരോരോ ഫുഡ് കിട്ടാണ്ടായി, ഓരോരോ രോഗങ്ങൾ വന്ന് കുറേ പേര് മരിച്ചു, എന്തൊക്കെ അസുഖങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു ക്രൈസിസ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്തു വെച്ചാൽ വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ലോസൊക്കെ പാസ് ചെയ്തു. പിന്നെ the repeal of the corn laws and the rise of chartism. Repeal പറയുമ്പോൾ abolishment of corn laws and the rise of chartism. The government changed laws about food imports in 1846 which helped make food cheaper. Around the same time there was a movement called chartism which wanted more rights for working class people. അതായത് അബോളിഷ്മെൻറ്റ് ഓഫ് കോൺ ലോസ് ആണ് ഇവിടെ പറയുന്നത്. കോൺ ലോസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കോൺ എന്ന് പറയുമ്പോൾ ഇവിടെ കോൺ മാത്രമല്ല കേട്ടോ, വേറെ ഗ്രെയിൻസൊക്കെ വരും, വീറ്റ്, ബാർലി, ഓട്സ് ഇതൊക്കെ വരും. അപ്പോൾ ഇമ്പോർട്ടഡ് ഗ്രെയിൻസിൻ്റെ ടാക്സ് കൂട്ടി. അപ്പോൾ ആ സമയത്ത് ലാൻഡ് ഓണേഴ്സിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും, പക്ഷെ അത് വർക്കിംഗ് ക്ലാസ്സിലത്തെ ആളുകൾക്കും പിന്നെ സാധാരണക്കാർക്ക് ഇത് വാങ്ങിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് കൂടി. ആകെ ബെനിഫിറ്റ്സ് ഉള്ളത് ലാൻഡ് ഓണേഴ്സിന് മാത്രമാണ് ടാക്സ് കൂട്ടുന്ന സമയത്ത്. അപ്പോൾ ആ കോൺ ലോ അബോളിഷ് ആക്കിയപ്പോൾ ഈ സാധനങ്ങളുടെ വിലയൊക്കെ കുറഞ്ഞു. പിന്നെ അതേപോലെ ചാർട്ടിസം വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്. പീപ്പിൾ സ്റ്റാർട്ട് ടു വറി മോർ അബൌട്ട് കീപ്പിംഗ് സിറ്റീസ് ക്ലീൻ ആൻഡ് ഹെൽത്തി, എസ്പെഷ്യലി ഡ്യൂറിങ് കോളറ ഔട്ട് ബ്രേക്സ്. അപ്പോൾ ഇങ്ങനെ ഡിസീസൊക്കെ ആ ടൈമിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ കൂടുതൽ കോൺഷ്യസ് ആയി ഹെൽത്തിനെ പറ്റിയിട്ടും എല്ലാം ഹൈജീനായി വെക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ ലോസ് പാസ്സാക്കി to improve things like water supply and waste removal. Then education reform. ഓരോ ഏരിയാസിലും ഇങ്ങനത്തെ റിഫോം ആക്ട്സും അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷനിൽ ദി ഗവൺമെൻറ് മെയ്ഡ് ലോസ് ടു മേക്ക് ഷുവർ ഓൾ ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ, സ്റ്റാർട്ടിങ് വിത്ത് ദ ഫോസ്റ്റർ എഡ്യൂക്കേഷൻ ആക്ട് ഇൻ 1870. 1870 ഫോസ്റ്റർ എഡ്യൂക്കേഷൻ ആക്ടിലൂടെയാണ് ഈ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ കുട്ടികൾക്കും എലമെൻ്ററി എഡ്യൂക്കേഷൻ. ഈ ഫോസ്റ്റർ എഡ്യൂക്കേഷൻ ആക്റ്റിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലുള്ള സ്റ്റുഡൻസിന് എലമെൻ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ദേ വാണ്ടഡ് എവറി വൺ ടു ഹാവ് എ ചാൻസ് ടു ലേൺ ആൻഡ് സക്സീഡ്. പിന്നെ വിമൻസ് റിഫോം മൂവ്മെൻറ്റ്സ്. വിമൻ ഓൾസോ വർക്ക്ഡ് ഹാർഡ് ടു മേക്ക് തിങ്സ് ബെറ്റർ. വിമൻ്റെ കാര്യമാണ് ഇതിൽ പറയുന്നത്. വിമണും
ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ ചേഞ്ചസിന് വേണ്ടിയിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും അവർക്ക് പ്രോഗ്രസ് കാണാൻ പറ്റി. Religion drives change. Religion played a big part in changing things in Victorian Britain. A group within the Church of England called the Evangelicals or Low Church supported spreading Christian knowledge and the gospel inspired by a religious revival from before. അപ്പോൾ ആ സമയത്ത് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായ കാര്യം പറഞ്ഞു. അതിന് റിലീജിയൻ വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. പിന്നെ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് ലോ ചർച്ചും മറ്റൊന്ന് ഹൈ ചർച്ചും. അപ്പോൾ ലോ ചർച്ച് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ക്രിസ്ത്യൻ നോളജ് സ്പ്രെഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എന്നതിലെ ലീഡേഴ്സ് ലോർഡ് ആഷ്ലി also called the Earl of Shaftesbury, who was a leader who spoke out against slavery and worked for better conditions in factories, education for poor kids and kind treatment for mentally ill people. അപ്പോൾ ലോർഡ് ആഷ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ലീഡറുണ്ട്, ഏൾ ഓഫ് ഷാഫ്റ്റ്സ്ബറി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. സ്ലേവറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ അതേപോലെ ഫാക്ടറീസിലെ ബെറ്റർ കണ്ടീഷൻസിനും poor kidsൻ്റെ എഡ്യൂക്കേഷൻസിനും നല്ല ട്രീറ്റ്മെൻറ്റിനും. Even though some books in Victorian times made fun of evangelicals, they actually did a lot of good things through charities and helping people in need. These groups weren't just in the Church of England but also in other religious groups that didn't follow the usual rules. അപ്പോൾ ഈ ഒരു ഇവാഞ്ചലിക്കൽസിനെ പറ്റിയിട്ട് അതിന് ക്രിറ്റിസിസം ഉണ്ടായിരുന്നെങ്കിലും അവർ കുറേ ചാരിറ്റി വർക്ക്സും നല്ല കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിന് പുറത്തും അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. Traditional church ways. Another part of the Church of England, called the High Church, liked old traditions and rituals from Catholicism. They thought the church power came from God and they became more active again in the 1830s because they felt the church was losing its power. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഹൈ ചർച്ച്. അവർ ഫോക്കസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഈ കാത്തലിക്സിൻ്റെ റിച്വൽസ് ട്രഡീഷൻസ് ഒക്കെയാണ്. അവർ വിശ്വസിച്ചുകൊണ്ടുണ്ടായത് ചർച്ചിൻ്റെ പവർ ഗോഡിൽ നിന്നാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മൂവ്മെൻറ്റ് ഫോർ ചേഞ്ച്. അപ്പോൾ ഈ കാത്തലിസിസവും പിന്നെ കൂടുതൽ ഇവർ കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ടും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മുമ്പ് കേട്ടിട്ടുണ്ട്, അതായത് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് എന്ന് വന്നിട്ട് ബൈബിളില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിനെതിരെയായിട്ടാണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിലത്തെ ലൊല്ലാഡുണ്ട്, പിന്നെ വേറെ ഒരു ലീഡറാണ് ഇതിൽ പറയുന്നത്, ജോൺ ഹെൻറി ന്യൂമാൻ. അപ്പോൾ ആളെ കുറേ കോൺട്രവേഴ്സീസൊക്കെ ഉണ്ട്. പക്ഷെ അവസാനം ആളെന്താ വെച്ചാൽ കാത്തലിക് ആവുന്നുണ്ട്. കാത്തലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ്, ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ്. പിന്നെ കുറേ കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടായിട്ട് ആൾ ലാസ്റ്റ് ഇതിൽ നിന്ന് മാറുന്നുണ്ട്. അതാണ് ഇതിൽ ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിനെ പറ്റി പറയുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, ബ്രോഡ് ചർച്ച് എന്ന് പറഞ്ഞിട്ട്. അവർ ഫോക്കസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഇൻക്ലൂസീവ്നെസ്, അതായത് എല്ലാവരും ഇൻക്ലൂഡ് ആക്കിയിട്ടും അതേപോലെ ഇൻ്റലക്ച്വൽ എൻക്വയറി, ഇതിലൊക്കെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇവർ മറ്റേ ഹൈ ചർച്ചും ലോ ചർച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ബിലീഫ്സ് ഉണ്ടായിരുന്നില്ലേ, അതിനെപ്പറ്റിയൊന്നും ഇവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ഫോക്കസ് വേറെയായിരുന്നു. പിന്നെ റിലീജിയസ് ടോളറേഷൻ. Even though people became more accepting of different religions later on, Jews and Catholics still weren't always trusted. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളുകൾ എല്ലാ റിലീജിയൻസൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജ്യൂസിനെയും കാത്തലിക്സിനെയും അങ്ങനെയല്ല കണ്ടുകൊണ്ടുണ്ടായത്. Some started to question all religious ideas because of new studies and discoveries. കുറേ സയൻറ്റിഫിക് ഡിസ്കവറീസും ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റ്സൊക്കെ ഉണ്ടായ സമയത്ത് ആളുകൾ റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. ഇത് കഴിഞ്ഞ 2 പ്രാവശ്യവും essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. In Queen Victoria's time, science was really important. Regular people and experts were both interested in science. Queen Victoria's ടൈമിൽ സയൻസ് ശരിക്കും നല്ല ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സാധാരണ ആളുകളും എക്സ്പേർട്സും സയൻസിൽ നല്ല ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. There were many groups focused on different parts of science. The Natural History Museum was built, showing off rare animals and minerals. ഈ ഒരു മ്യൂസിയം ഇമ്പോർട്ടൻ്റ് ആണ്, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അവിടെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്,
റെയർ ആനിമൽസിനും മിനറൽസൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ദ എൻഡ് ഓഫ് ദി 1800s സയൻസ് വാസ് തോട്ട് ഇൻ യൂണിവേഴ്സിറ്റീസ്. 1800 അവസാനം ആകുമ്പോഴത്തേക്കിനും യൂണിവേഴ്സിറ്റീസിൽ സയൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. ദർ വർ മെനി റീസൺസ് ഫോർ ദിസ് ഇൻട്രസ്റ്റ് ഇൻ സയൻസ് ലൈക്ക് ഈസിയർ ആക്സസ് ടു ബുക്സ് ആൻഡ് മോർ സപ്പോർട്ട് ഫ്രം ദി ഗവൺമെൻറ്. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ സയൻസിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ബുക്സൊക്കെ ഈസിലി അവൈലബിൾ ആയിരുന്നു. പിന്നെ അതേപോലെ ഗവൺമെൻറ്റും ഈ ഒരു കാര്യത്തിൽ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു സയൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ. ചാൾസ് ഡാർവിൻ wrote a famous book called Origin of Species in 1859 about how animals change over time. അപ്പോൾ ചാൾസ് ഡാർവിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്, എവല്യൂഷനെ പറ്റി പറയുന്നതാണ്. സം ഓഫ് ഹിസ് ഐഡിയാസ് വെർ ഓൾറെഡി ടോക്ക്ഡ് അബൌട്ട് ബിഫോർ ഹി റോട്ട് ഹിസ് ബുക്ക്. അതർ സയൻറ്റിസ്റ്റ് ലൈക്ക് റോബർട്ട് ചാമ്പേഴ്സ് ആൻഡ് ചാൾസ് ലെയിൽ ഓൾസോ ടോക്ക്ഡ് അബൌട്ട് സിമിലർ തിങ്സ്. അപ്പോൾ ഇദ്ദേഹത്തിന് മുമ്പുള്ള ആളുകളും ഈ കാര്യങ്ങളെ പറ്റി എവല്യൂഷനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ 2 സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് പറഞ്ഞത്. ഡാർവിൻസ് വർക്ക് ബിക്കം റിയലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ഹിസ് മെത്തേഡ്സ് ആൻഡ് ഐഡിയാസ്. ഹിസ് ഐഡിയാസ് വെർ ഈവൻ യൂസ്ഡ് ഇൻ അതർ ഫീൽഡ്സ് ലൈക്ക് ആന്ത്രപ്പോളജി. ആളുടെ ഐഡിയാസ് വേറെ ഫീൽഡിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെനി ഇൻവെൻഷൻസ് വെർ ഷോൺ ഓഫ് അറ്റ് ദ ഗ്രേറ്റ് എക്സിബിഷൻ ഇൻ 1851. ദിസ് ഇൻക്ലൂഡഡ് ദ ഫസ്റ്റ് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഏർലി കമ്പ്യൂട്ടേഴ്സ്. പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രേറ്റ് എക്സിബിഷനാണ്. ഇത് 1 മാർക്കിൻ്റെ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, അപ്പോൾ അതും നോക്കാം. ആ ഒരു ഗ്രേറ്റ് എക്സിബിഷൻ്റെ കാര്യം പറയാം. ഇതൊരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. പിന്നെ അവിടെ കുറേ കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഫോട്ടോഗ്രാഫ്സും അതേപോലെ തന്നെ ഏർലി കമ്പ്യൂട്ടേഴ്സൊക്കെ. അതർ ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻസ് വർ തിങ്സ് ലൈക്ക് ദ സ്റ്റെതസ്കോപ്പ് ആൻഡ് മൈക്രോസ്കോപ്പ്. വേറെ 2 ഇൻവെൻഷൻസ് ആണ് പറയുന്നത്. ദിസ് ഇൻവെൻഷൻസ് ഹെൽപ്ഡ് മേക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ബെറ്റർ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ബെറ്റർ ആക്കുന്നതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൂയിസ് പാസ്റ്റേഴ്സ് വർക്ക് ഓൺ ജേംസ് ഓൾസോ ഹെൽപ്ഡ് വിത്ത് മെഡിസിൻ. അപ്പോൾ ജേംസിൻ്റെ ഇതിലുള്ള സ്റ്റഡീസും പിന്നെ അതേപോലെ അനസ്തേഷ്യ ഇതൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ബെറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ലോട്ട്സ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് വിമൻ വെർ ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ്. ദേ സ്റ്റഡീഡ് തിങ്സ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. വിമൻസ് കോൺട്രിബ്യൂഷൻസ് ടു സയൻസ് വെർ ഇൻ ഓൾവേസ് റെക്കഗ്നൈസ്ഡ്. സ്ത്രീകളും സയൻസിൽ നല്ല ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരും പ്ലാന്റ്സിനെ പറ്റിയിട്ടും ആനിമൽസിനൊക്കെ പറ്റി പഠിച്ചു. പക്ഷെ അവരുടെ വർക്ക്സും കാര്യങ്ങളും അത്ര റെക്കഗ്നൈസ് ചെയ്തില്ല. People were proud of their country's scientific achievements. These achievements showed how powerful Britain was around the world. അപ്പോൾ ആളുകൾ അവരുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിൽ ഭയങ്കര പ്രൗഡായിരുന്നു. പിന്നെ മറ്റേ നേരത്തെ പറഞ്ഞ മ്യൂസിയം അതേപോലെ എക്സിബിഷൻ ഇതൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കൺട്രി എത്രമാത്രം സയൻസിലും അതേപോലെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇതിലൂടെ കാണിക്കുന്നുണ്ട് ആ രാജ്യത്തുള്ളവരും അതേപോലെ മറ്റ് കൺട്രീസിലുള്ള ആളുകളും. നെക്സ്റ്റ് ടോപ്പിക് ടെക്നോളജീസ് ഓഫ് ട്രാവൽ, കൊമേഴ്സ് ആൻഡ് ദി ബ്രിട്ടീഷ് എംപയർ. ഇത് പ്രീവിയസിലും അതേപോലെ സിലബസിലെ പേപ്പറിലൊക്കെ SC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻ ദ 1800s ന്യൂ ഇൻവെൻഷൻസ് ലൈക്ക് റെയിൽവേ ചേഞ്ച്ഡ് ലൈഫ് ഇൻ Victorian Britain a lot. Train made it easier to travel and talk to people far away. They also helped spread books and ideas everywhere. One important railway was the Great Western Railway, built in 1837. It made travel faster and connected different parts of the country. The London Underground, opened in 1863, was another big change. 1800-ൽ ഒരുപാട് ഇൻവെൻഷൻസ് ഉണ്ടായി. റെയിൽവേസ് മെയിൻ ആയിട്ടുള്ളത് റെയിൽവേസ്. അതിൽ ഈ റെയിൽവേൻ്റെ പേര് പഠിക്കുക, ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ. 1837 അത് ബിൽഡ് ചെയ്തത്. അത് ഡിസൈൻ ചെയ്ത ആളെ പേര് IK ബ്രൂണൽ. അത് ഈ നോട്ടിലില്ല, നിങ്ങൾ എഴുതി വെച്ചു. IK ബ്രൂണലാണ് അത് ഡിസൈൻ ചെയ്തത് 1837. ഇപ്പോൾ ഇങ്ങനത്തെ കുറേ ഇൻവെൻഷൻസ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ട്രാവലിനെയും കൊമേഴ്സിനെയും പിന്നെ അതേപോലെ ബ്രിട്ടീഷ് എംപയർ ലോകത്ത് വ്യാപിക്കുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് റെയിൽവേൻ്റെ കാര്യം. പിന്നെ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് 1863 അതൊരു വലിയ ചേഞ്ച് ആയിരുന്നു എന്ന് പറയാം. പിന്നെ ട്രെയിൻസ് മാത്രമല്ല, ബെറ്റർ റോഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്, അതായത് ടെലിഗ്രാഫ്, ടെലിഫോണ്, ഇതൊക്കെ ലൈഫ് കൂടുതൽ ഈസിയാക്കി. അപ്പോൾ ഇങ്ങനത്തെ ഇൻവെൻഷൻസ് ആളുകളെ ലോക്കലിയും അതേപോലെ ഗ്ലോബലിയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. The telegraph cable across the Atlantic Ocean made communication between Britain and America quicker.
ടെലിഗ്രാഫ് കേബിള് അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെയുള്ള ടെലിഗ്രാഫ് കേബിളിൽ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെ ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്വിക്കറാക്കി. പിന്നെ സ്റ്റീം പവേർഡ് ഷിപ്സ് മേ ട്രാവൽ അക്രോസ് ഓഷ്യൻസ് ഫാസ്റ്റർ ടു. പിന്നെ പറയുന്നത് സ്ട്രീം പവേർഡ് ഷിപ്സിൽ. അപ്പോൾ ഇപ്പോൾ ഈ 2 പാരഗ്രാഫിൽ തന്നെ കുറേ ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. These inventions helped Britain expand its empire, especially in places like India and Africa. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇന്നോവേഷൻസ് ബ്രിട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആഫ്രിക്കയിലും അതേപോലെ ഇന്ത്യയിലൊക്കെ ബ്രിട്ടൻ്റെ എംപയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്യൂസ് കനാൽ മെയ്ഡ് ഇറ്റ് ഈസിയർ ടു റീച്ച് ഇന്ത്യ. സ്യൂസ് കനാൽ നോട്ട് ചെയ്യുക. പക്ഷേ എല്ലാ കോളനീസിലെ ആളുകളൊന്നും ഇതിലത്ര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നില്ല. ബ്രിട്ടൻ അവരെ കൺട്രോൾ ചെയ്യുന്നതിലും അവരുടെ ഇങ്ങനത്തെ ഇന്നോവേഷൻസിൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനത്തെ ഇത് കാരണം അവർ കൂടുതലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അവരുടെ കോളനീസാക്കി കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ആ കോളനിയിലത്തെ ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ചു. ഇന്ത്യയിൽ ഒരു റെബലിയൻ ഉണ്ടായിരുന്നു 1857. കാരണം പലർക്കും ഈ ഒരു ബ്രിട്ടീഷ് റൂൾ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. സിമിലർലി ഇൻ ആഫ്രിക്ക ദർ വർ കോൺഫ്ലിക്ട്സ് ആസ് ബ്രിട്ടൻ ആൻഡ് അതേപോലെ ആഫ്രിക്കയിലും ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. കാരണം ബ്രിട്ടനും അതേപോലെ മറ്റ് യൂറോപ്യൻ കൺട്രീസും ഇങ്ങനെ കൂടുതൽ ലാൻഡൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പോൾ അതിനെതിരായിട്ട് അവിടെ കുറേ കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്യൂൻ വിക്ടോറിയയുടെ ഭരണത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കിനും ബ്രിട്ടനിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കോളനീസ് ഉണ്ടായിരുന്നു, ഫ്രം ദ കരീബിയൻ ടു ഓസ്ട്രേലിയ. പക്ഷേ ഇപ്പോൾ ഹിസ്റ്റോറിയൻസിലേക്ക് ചോദിക്കുന്നത് ഈ ഒരു എംപയർ ബിൽഡ് ചെയ്യുക, ബാക്കി കോളനീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെ കൺട്രോളിൽ കൊണ്ടുവരിക, ഇതൊക്കെ ശരിക്കും നല്ലൊരു കാര്യമാണോ? അത് മറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സിനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ ആ ഒരു കോളനീസിലെ ആളുകളും ഈ ഒരു ബ്രിട്ടീഷ് റൂളിന് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ the new inventions of the 19th century changed Victorian Britain a lot. പുതിയ ഇങ്ങനത്തെ കുറേ ഇൻവെൻഷൻസ് വിക്ടോറിയൻ ബ്രിട്ടൻ ഒരുപാട് ചേഞ്ച് ചെയ്തു. They made travel and communication easier, but they also led to conflicts as Britain tried to expand its empire. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടായത് ബ്രിട്ടന് അതിൻ്റെ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളൊക്കെ കോളനീസ് ആക്കി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവിടെ കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. The advancements in transportation and communication were pivotal in shaping Victorian Britain's global expansion. എന്നൊക്കെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. The construction of railway lines facilitated. അപ്പോൾ ഇതിൽ റെയിൽവേ ലൈൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ലോക്കലി ഉള്ള ആ ഒരു കണക്ഷൻ അതിനൊക്കെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തു. അതേപോലെ ടെലിഫോൺ ഇങ്ങനത്തെ ഇൻവെൻഷൻസ് കാര്യങ്ങളൊക്കെ ഗ്ലോബൽ കണക്ഷന് എൻഹാൻസ് ചെയ്തു. പിന്നെ ഇങ്ങനത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ ആ ഒരു ഫിസിക്കൽ ലാൻഡ്സ്കേപ്പിൽ ബ്രിട്ടൻ്റെ അവിടെ മാത്രമല്ല അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായത്, കുറേ ദൂരെയുള്ള ബ്രിട്ടൻ്റെ കോളനീസിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാൻ പറ്റും. In India, building the Suez Canal made travel faster, showing that Britain was very powerful there. പിന്നെ സ്യൂസ് കനാലിൻ്റെ കാര്യം പറയാം. 1857 റിബൽ ചെയ്തു. ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്. ലാസ്റ്റ്, even though Britain seemed successful in taking over other places, nowadays people question it was right. Historians study how people in the colonies fought back and how colonization affected them. They also think about how Western countries thought they were better than others. They want to show that everyone has a say, not just powerful groups. അപ്പോൾ ഇവിടെ പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിന് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതായത് അവർക്കൊരു ആ സമയത്തുള്ള ഒരു വിചാരം എന്താ വെച്ചാൽ അവർ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, അവർക്ക് കൂടുതൽ പവറുണ്ട്, ബാക്കിയുള്ള ആളുകളെ സിവിലൈസ്ഡ് ആക്കാനും അല്ലെങ്കിൽ അവരെ ഇതാക്കാനൊക്കെ ഇവർക്കൊരു കൺട്രോൾ ഉണ്ട് എന്നൊക്കെയാണ് ബ്രിട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓറിയൻ്റലിസം കേട്ടതാണല്ലോ, ഈസ്റ്റേൺ പീപ്പിളിനെ പറ്റി നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതായിരുന്നു അവരുടെ ഒരു മെൻറ്റാലിറ്റി. അപ്പോൾ അതിനെയും ഹിസ്റ്റോറിയൻസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇൻ ദ എൻഡ് ദ ന്യൂ ഇൻവെൻഷൻസ് ഓഫ് ദ 1800s ചേഞ്ച് ബ്രിട്ടൻ എ ലോട്ട്. ഇതിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻവെൻഷൻസ് എന്തൊക്കെയായിരുന്നു എന്നും പിന്നെ റിബൽ ചെയ്ത കാര്യം കൂടി പറയാം ഇന്ത്യയിലും ആഫ്രിക്കയിലും. ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂവിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മൈറ്റിയർ ദാൻ എയ്ത് പൾപിറ്റ് ഓർ കാനൂൺ, പ്രിൻറ്റ് ടെക്നോളജി ആൻഡ് പ്രസ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. 1 മാർക്കിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓർത്ത് വെക്കുക. ഇൻ കേസ് ഓർമ്മയില്ലെങ്കിൽ നോട്ട് ചെയ്തിട്ട് പിന്നീട് റെഫർ ചെയ്യുക.
പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ആ സമയത്തുണ്ടായ പ്രിൻറ്റ് ടെക്നോളജി, പ്രസ്, പിന്നെ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ വരുന്ന കുറച്ച് ടോപ്പിക്സിൽ ഒന്നാമത്തത് മറ്റേ ചാൾസ് എഡ്വാർഡ് മൂഡി, ആളുടെ ലൈബ്രറി, സർക്കുലേറ്റിംഗ് ലൈബ്രറീൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ. ആ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, അതിൻ്റെ ഫൗണ്ടർ ചാൾസ് എഡ്വാർഡ് മൂഡി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ ചാൾസ് ഡിക്കൻസിൻ്റെ പിക്വിക് പേപ്പേഴ്സ് ഏത് ഇയർ പബ്ലിഷ് ചെയ്ത്, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റത്തെ സീരീസ് ആയിട്ടാണല്ലോ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ തന്നെ പോപ്പുലറായ ഒരു വർക്ക് ഇതാണ് ചാൾസ് ഡിക്കൻസിൻ്റെ പിക്വിക് പേപ്പേഴ്സ്. അത് ഇതിലാണ് വരുന്നത് ഈ ടോപ്പിക്കിൽ. പിന്നെ പഞ്ച് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ ഇല്ലുസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ്. ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് നോക്കി വെക്കുക, നോട്ട് ചെയ്ത് വെച്ചാൽ മതി, പിന്നീട് റെഫർ ചെയ്യാം. ഓക്കെ, സോ ഇതിലെന്തൊക്കെ പറയുന്നുണ്ടെന്ന് നോക്കാം. മുമ്പ് long ago machines changed how newspapers were made. They started using steam power to print faster and better. This made newspapers cheaper and more available. More people could read them. അതായത് മെഷീൻസൊക്കെ വന്നതിന് ശേഷം പ്രിൻറ്റിങ്ങിലും ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി. സ്റ്റീം പവർ യൂസ് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ ഫാസ്റ്ററായിട്ട് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതേപോലെ ആ സമയത്ത് ഫാസ്റ്ററായിട്ട് അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ചീപ്ലി അവൈലബിൾ ആയി ന്യൂസ് പേപ്പർ, ആൻഡ് കുറേ പേർക്ക് ഇത് മേടിക്കാനും വായിക്കാനൊക്കെ പറ്റി. വേറെയും കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, കുറേ പേര് സിറ്റീസിലാണല്ലോ ജീവിച്ചുകൊണ്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് ട്രെയിൻസിലൂടെ പേപ്പേഴ്സ് ഈസി ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിച്ച് ആയിട്ടുള്ള ആളുകൾ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തു ടു പബ്ലിഷ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. പിന്നെ ലൈബ്രറീസും ഒരു വലിയൊരു റോള് പങ്കുവഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൂടുതൽ പേർക്കും ബുക്സ് അവൈലബിൾ ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്, പ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലൈബ്രറീസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ കാര്യം പറയാം, ചാൾസ് എഡ്വാർഡ് മൂഡിൻ്റെ സർക്കുലേറ്റിംഗ് ലൈബ്രറി, വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, ആ കാര്യം പറയാം. പിന്നെ they got discounts from publishers and made books cheaper for everyone. അപ്പോൾ അവർക്ക് പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടായി, അപ്പോൾ എല്ലാവർക്കും ബുക്സ് ചീപ്ലി അവൈലബിൾ ആയി. പിന്നെ മാഗസിൻസും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. they wrote about everything from fiction to news. മാഗസിൻ്റെ കാര്യമാണ് പറയുന്നത്. they also had a lot of pictures. അപ്പോൾ ഇതിൽ they wrote about everything from fiction to news എന്നല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ചാൾസ് ഡിക്കൻസിൻ്റെ പിക്വിക് പേപ്പേഴ്സ് ആ സമയത്ത് പബ്ലിഷ് ചെയ്തു, അതിലത്തെ ആ കാര്യം പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് they also had lots of pictures. ഇവിടെ നമുക്ക് ഇല്ലുസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഒരുപാട് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ്സ് filled the papers and magazines selling all sorts of things. ഈ പേപ്പറിലും കാര്യങ്ങളിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. In the end, a famous poem marked the end of this time. It talked about how people should remember the past. The Victorian era was a time of change and progress, but it also looked back to the past for inspiration. Some people rebelled against the strict morals of the time. They wanted to focus on beauty and pleasure instead. This movement, called aestheticism, influenced many writers and artists. It signaled the end of the Victorian values even before Queen Victoria died. അപ്പോൾ വിക്ടോറിയൻ ടൈം എന്ന് പറയുന്നത് ഒരു ചേഞ്ചിൻ്റെയും പ്രോഗ്രസിൻ്റെയൊക്കെ ഒരു പീരീഡാണ്. പക്ഷെ ആ സമയത്ത് ചില ആളുകൾ റിബൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തുള്ള സ്ട്രിക്റ്റ് മോറൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ബ്യൂട്ടി, പ്ലഷറൊക്കെയാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് എസ്തെറ്റിസിസം എന്ന് പറയുന്നത്. ഇത് ഒരുപാട് റൈറ്റേഴ്സിനെയും ആർട്ടിസ്റ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിലൂടെ തന്നെ വിക്ടോറിയൻ വാല്യൂസൊക്കെ എൻഡായി. ക്യൂൻ വിക്ടോറിയ മരിക്കുന്നതിന് മുമ്പ് തന്നെ വിക്ടോറിയൻ വാല്യൂസൊക്കെ എൻഡായി ഈ ഒരു മൂവ്മെൻറ്റൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എന്താണെന്ന് നോട്ട് ഒന്നുകൂടെ നോക്കാം. ഇനി ലിറ്റററി ഓവർവ്യൂ നോക്കാം. ലിറ്റററി ഓവർവ്യൂവിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് കണ്ടിന്യൂറ്റീസ് ആൻഡ് ഇൻഫ്ലുവൻസസ്. ഇതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. In the past, people wrote a lot of books and newspapers. Victorian times were full of printed stuff. This affected how people saw the world and themselves. അപ്പോൾ വിക്ടോറിയൻ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുകൾ വേൾഡിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും അതേപോലെ അവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വിക്ടോറിയൻ റൈറ്റേഴ്സ് യൂസ്ഡ് ഓൾ ഐഡിയാസ് ആൻഡ് സ്റ്റൈൽസ് ഇൻ ന്യൂ വേസ്. അവർ പഴയ ഐഡിയാസും സ്റ്റൈൽസൊക്കെ പുതിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു.
ഈവൻ ഫേമസ് ബുക്സ് ലൈക്ക് ദ പിക്വിക് പേപ്പേഴ്സ്, ചാൾസ് ഡിക്കൻസിൻ്റെ പിക്വിക് പേപ്പേഴ്സും അതേപോലെ തോമസ് കാർലിൻ്റെ സാറ്റർ റിസാർട്ടസ്, ഈ വർക്കൊക്കെ പഴയ റൈറ്റിങ്സിൽ നിന്ന് ഒരുപാട് ഐഡിയാസ് എടുത്തിട്ടുണ്ട്. ഷേക്സ്പിയറിൻ്റെ ക്യാരക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലൊക്കെ മറ്റ് റൈറ്റേഴ്സ് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷേക്സ്പിയറിൻ്റെ പല വേർഡ്സും നമ്മൾ എവറിഡേ യൂസ് ആക്കുന്ന കപ്പ് ടവൽസിലൊക്കെ ആളുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. വിക്ടോറിയൻ ലിറ്ററേച്ചർ മിക്സ്ഡ് ഓൾഡ് ആൻഡ് ന്യൂ ഐഡിയാസ്, പഴയ ഐഡിയാസും പുതിയ ഐഡിയാസൊക്കെ വിക്ടോറിയൻ ലിറ്ററേച്ചറിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അവർ വലിയ വലിയ കാര്യങ്ങൾ, അതായത് ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലിറ്ററേച്ചർ വർക്ക്സിൽ. അതേപോലെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൊസൈറ്റിയിലെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പഴയ ഇതിൽ നിന്നൊക്കെയുള്ള ഒരു ചേഞ്ച് ആയിരുന്നു, മുമ്പത്തെ പീരീഡിൽ നിന്നുള്ള ഒരു ചേഞ്ചും കൂടിയായിരുന്നു. മേ ബി റൊമാൻറ്റിക് എന്നുള്ളൊരു ചേഞ്ച് ആവാം. ഇങ്ങനത്തെ കാര്യങ്ങൾ സൊസൈറ്റിയിലെ പ്രോബ്ലംസൊക്കെ ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സ്. പിന്നെ ഇതിൽ ആഡ് ചെയ്യാനുള്ളത്, ഇതിലില്ലാത്തൊരു കാര്യം, ഇതിലെന്ന് പറയുമ്പോൾ നോട്ടിലില്ലാത്ത കാര്യം ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ 1 മാർക്കിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ്റർ റിസാർട്ടസിൽ പറയുന്നത് തോമസ് കാർലിൽ ക്ലോസ് ദി ബൈറൺ ഓപ്പൺ ദ ഗൊയ്ത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രേസ് ഉണ്ട്. അതെന്താ മീൻ ചെയ്യുന്നത്, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 1 മാർക്കിൻ്റെ ഇതിൽ ഡിസ്കസ് ചെയ്താണ് കേട്ടോ. അതായത് ക്ലോസ് ബൈറൻ്റെ ഐഡിയാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഗൊയ്തേൻ്റെ ആ ഒരു സംഭവം അതിൽ നമ്മൾ ഫോക്കസ്ഡ് ആവുക. മീൻസ് മുമ്പത്തേതിൽ എങ്ങനെയാണ് ഇമാജിനേഷൻ, സെൽഫിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗൊയ്തയൊക്കെ എഴുതുന്ന പോലത്തെ കണ്ടൻസ് നമ്മൾ അതിലോട്ട് പോകാനാണ് ഈ ഒരു വർക്കിൽ തോമസ് കാർലിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടിന്യൂറ്റീസ് ആൻഡ് ഇൻഫ്ലുവൻസസിലുള്ളത്.